നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 6ാം ഘട്ട പോളിംഗ് ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 889 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 11.43 കോടി വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുക. ഹരിയാനയിൽ 10, ഡൽഹിയിൽ 7, ഉത്തർപ്രദേശിൽ 14, ബീഹാറിൽ 8, പശ്ചിമബംഗാളിൽ 8, ഝാർഖണ്ഡിൽ 4, ജമ്മു കാശ്മീരിൽ 1, ഒഡീഷയിൽ 6 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന് പറയപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഒഡീഷയിലെ 42 നിയമസഭാ സീറ്റുകളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തോടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോളിംഗ് നടപടികൾ പൂർത്തിയാകുകയാണ്. ആകെ 543 സീറ്റുകൾ ഉള്ളതിൽ 486 സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഹരിയാന, ഡൽഹി, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. 2019 BJP 7 സീറ്റുകളും തൂത്തുവാരിയ ദേശീയ ഡൽഹിയിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നത്. BJP ഇവിടെ 7 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. മറുവശത്ത് പ്രതിപക്ഷ മുന്നണിയായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ആം ആദ്മി പാർട്ടി 4 സീറ്റുകളിലും കോൺഗ്രസ് 3 സീറ്റുകളിലും മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. 400+ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് NDAക്ക് ഈ ഘട്ടം നിർണായകമായിരിക്കും. 2019 ഹിന്ദി ഹൃദയഭൂമിയിലെയും കിഴക്കൻ മേഖലയിലെയും 58 മണ്ഡലങ്ങളിൽ 40ലും BJP ഒറ്റയ്ക്ക് വിജയിച്ചു കയറിയ മണ്ഡലങ്ങളാണ്. NDA സഖ്യകക്ഷികൾ 5 സീറ്റുകൾ കൂടി നേടുന്ന ഒരു കാഴ്ചയുണ്ടാകും. തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, സമാജ്വാദി പാർട്ടി എന്നീ പ്രതിപക്ഷ പാർട്ടികൾ 5 സീറ്റുകൾ അന്ന് നേടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസിന് 1 സീറ്റ് പോലും നേടാനായിട്ടില്ല. 2019 BJPയുടെ സംബൽപൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ, കർണാലിൽ നിന്നുള്ള മനോഹർ ലാൽ ഖട്ടർ, പുരിയിൽ നിന്നുള്ള സാംബിത് പത്ര, സുൽത്താൻപൂരിൽ നിന്നുള്ള മനേക ഗാന്ധി എന്നിവരെ കൂടാതെ അന്തരിച്ച കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസൂരി സ്വരാജ്, മനോജ് തിവാരി, നവീൻ ജിണ്ടാൽ എന്നിവരടക്കം ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖരാണ്. അനന്ത്നാഗിൽ നിന്നുള്ള ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മെഹബൂബ മുഫ്തി, ഗുഡ്ഗാവിൽ നിന്നുള്ള നടനും രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള രാജ് ബബ്ബാർ, റോഹ്തക്കിൽ നിന്നുള്ള ദീപേന്ദർ സിംഗ് ഹൂഡ, നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള JNUയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കനയ്യകുമാർ എന്നിവരാണ് പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മത്സരരംഗത്തുള്ളത്. അവസാന ഘട്ടത്തിൽ ജൂൺ 1-ന് 8 സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും 57 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കേണ്ടത്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അങ്ങനെ ഇനി ഒരു ഘട്ടം കൂടിയാണ് ബാക്കിയുള്ളത്. ഇന്ന് 6ാം ഘട്ട വോട്ടെടുപ്പ് കൂടി നടക്കുകയാണ്. ആ വോട്ടെടുപ്പ് കൂടി നടക്കുമ്പോൾ 486 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും ഇനിയുള്ള ഒരു ഘട്ടം കൂടിയാണ് ബാക്കിയുള്ളത്. ആ ജൂൺ 1-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ജൂൺ 4-ഓടുകൂടി തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് വേണ്ടി വോട്ടെണ്ണൽ ആരംഭിക്കും. ആ വോട്ടെണ്ണൽ ദിവസം കൂടിയുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 6ാം ഘട്ടം കൂടി കഴിയുമ്പോൾ വലിയ ജനവിശ്വാസത്തിലും ജനപിന്തുണയിലുമാണ് BJP എന്നാണ് അവരുടെ വിശ്വാസം. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ജൂൺ 5-ന് ജൂൺ 4-ലെ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു മന്ത്രിസഭ ഉണ്ടാക്കുക, കേന്ദ്രമന്ത്രിസഭ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദിയും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ജൂൺ 5-നോ ജൂൺ 6-നോ തന്നെയായിരിക്കും പുതിയ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റെടുക്കുന്നത് എന്ന് പറയാം.